ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഇത് കർക്കിടക മാസമാണ്. അപ്പൊ കർക്കിടക മാസത്തിന്റെ നിറവിൽ എല്ലാവർക്കും ഭയങ്കര രോഗങ്ങളും അതേപോലെ തന്നെ എന്താ പറയാ രോഗപ്രതിരോധ ശേഷിയും അത് മാത്രമല്ല എന്താ പറയാ കൊച്ചുകുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളാണെന്നുണ്ടെങ്കിൽ എല്ലാ അസുഖങ്ങളും വരാനുള്ള ഒരു ചാൻസ് കൂടുതൽ ഈ കർക്കിടക മാസത്തിലാണ്. അപ്പൊ കർക്കിടക മാസത്തില് ഈ മഴക്കാലമൊക്കെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് എന്താ പറയുക അതിനുള്ള പ്രതിരോധ ശേഷി കൂട്ടുന്നതിന് വേണ്ടി, നമുക്ക് ഓർമ്മശക്തി വീണ്ടെടുക്കുന്നതിന് വേണ്ടി, അതേപോലെ തന്നെ നമ്മുടെ ഞരമ്പുകളുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന കുറേ നല്ല എന്താ പറയാ കഞ്ഞികൾ. അപ്പോൾ കർക്കിടക കഞ്ഞികൾ തന്നെ പല തരത്തിലുണ്ട്. പല ജില്ലകളിലും പല നാടുകളിലും ഒക്കെ പല തരത്തിലുള്ള കർക്കിടക കഞ്ഞികൾ നമ്മളൊക്കെ വെക്കാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ അച്ഛന് അമ്മ ഇങ്ങനെ കർക്കിടക കഞ്ഞി വെച്ച് കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് ശകലം ചോദിച്ചു കഴിഞ്ഞാൽ തരുക കൂടിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉണ്ടാക്കുന്ന ആർക്കാണോ ഉണ്ടാക്കുന്ന ആ ഒരാൾ മാത്രം അത്ര ദിവസം, 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസം അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്കുണ്ട്. ആ ദിവസം അത്രയും ദിവസം കഴിക്കണം. അപ്പൊ ഇന്ന് ഞാൻ ശരിക്കും ഇവിടെ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ആ ഒരു ഇല, ആ ഒരു ഔഷധ ഇല കിട്ടാൻ ഇല്ല. അപ്പൊ ഞാൻ നാട്ടിൽ പോയപ്പോൾ ആ ഇലയൊക്കെ കളക്ട് ചെയ്തിട്ടാണ് വന്നത്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യവും ഞാൻ വിചാരിച്ചു എനിക്ക് ഈ കർക്കിടക കഞ്ഞി ഒന്ന് വെക്കണം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലാക്കി തരണം എന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചതാണ്. അപ്പൊ ഈ പ്രാവശ്യമാണ് എനിക്ക് അതിനുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം വന്നത്. അപ്പൊ ഞാൻ ഈ കർക്കിടക കഞ്ഞി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു 5 തരത്തിലെ കർക്കിടക കഞ്ഞി, 5 രീതിയിലുള്ള കർക്കിടക കഞ്ഞിയാണ് ഞാൻ വെക്കുന്നത്. ഇപ്പം ഒരു കർക്കിടക കഞ്ഞി എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ സമയത്ത് കർക്കിടക മാസത്തില് നമ്മൾ എന്തെങ്കിലും ഒരു ഇങ്ങനെയുള്ള സാധനങ്ങൾ അത് സേവിക്കുകയാണെങ്കിൽ, അല്ലെ ആട്ടു സൂപ്പ്, അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ കർക്കിടക കഞ്ഞികൾ, പിന്നെ മരുന്ന് കഞ്ഞികൾ, അതേപോലെ ഇതൊരു സത്യത്തിൽ കർക്കിടക മാസമാണെങ്കിൽ പോലും ഇതൊരു മരുന്ന് കഞ്ഞി എന്നാണ് പറയുന്നത്. കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഇതിൽ ഞാൻ ഈ ഒരു കഞ്ഞിയിൽ ചേർക്കുന്നില്ല. അപ്പോൾ ഈ മരുന്നിന്റെ ശരിക്കും പറഞ്ഞ ഔഷധം ശരീരത്തിൽ നന്നായിട്ട് എല്ലാ ഞരമ്പുകളിലും പിടിക്കുകയും, അതുപോലെ തന്നെ ഇത് വൈകിട്ട് നമ്മൾ പത്യം പോലെയാണ് കഴിക്കുന്നത്. വൈകിട്ട് നമ്മൾ കഴിച്ചുകൊണ്ട് നീണ്ടു നിവർന്നിട്ടാണ് കിടക്കുന്നത്. മാത്രമല്ല ഒഴിച്ചിലും പിഴിച്ചിലും ഒന്നും പാടില്ല. അപ്പം ഇത് കഴിഞ്ഞ് വേറെ ആഹാരങ്ങളൊന്നും കഴിക്കാൻ പാടില്ല. ഒരു പത്യം പോലെയാണ് ഇത് കഴിക്കേണ്ടത്. 5 ദിവസം അല്ലെങ്കിൽ 7 ദിവസമാണ് കഴിക്കേണ്ടത്. അപ്പൊ ഞാനിത് എന്ത് വെക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഞാൻ ചെയ്യുന്ന കർക്കിടക കഞ്ഞി, അതായത് മരുന്ന് കഞ്ഞി എന്ന് പറയുന്ന കർക്കിടക കഞ്ഞി കർക്കിടക മാസത്തിൽ ചെയ്യുന്നത് കൊണ്ട് ഇത് എല്ലാ സമയത്തും ചെയ്തു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ എല്ലാ മാസവും അല്ല, അച്ഛനിങ്ങനെ ശരീരത്തിന് വേദനയൊക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ ചെയ്തു കൊടുക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് മരുന്ന് കഞ്ഞി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതാണ് ഞാൻ ഈ ഉണ്ടാക്കുന്ന ഇലയുടെ ഈ ഇല വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കുന്നത്. ഇതിന്റെ പേര് ഞരമ്പോടൽ എന്ന് പറയുന്നത്. ഇത് അന്ന് കാലത്ത് എന്താ പറയാ അമ്മിക്കല്ലിൽ അരക്കുകയാണ് ചെയ്യുന്നത്. അരച്ചു കഴിഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ അരയുകയില്ല. അരയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അറിയത്തില്ല. ഇതൊരു ഭയങ്കര ഞരമ്പനാണ്. ഞരമ്പുകൾ കൊണ്ട് സമ്മിശ്രമായിട്ടുള്ള ഭയങ്കര ഹാർഡായിട്ടുള്ള ഇലയാണ്. ഇതിന്റെ ചെറിയ കിളുന്തല പോലും ഹാർഡാണ്. അപ്പം ഈ ഇലയാണ് ഇപ്പൊ. പക്ഷെ അതിനുള്ള മിക്സി പോലുള്ള ഉപകരണങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അരച്ചെടുക്കാൻ പറ്റും. അന്ന് സമയത്ത് അമ്മ കല്ല് വെച്ച് കിടന്നിട്ട് അരയ്ക്കുന്നത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഭയങ്കര ഞരമ്പുകളെല്ലാം മാറ്റിയിട്ട് ഇല മാത്രം എടുത്തിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇത് അരയ്ക്കേണ്ടത്. അതുകൊണ്ടാണ് ഇതിന് ഞരമ്പോടൽ എന്ന് പേര് പറയുന്നത്. നിങ്ങളുടെ നാട്ടിലെ ഈ ഇലയ്ക്ക് എന്ത് പേരാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം. ഈ ഇല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കട്ടിയുള്ള ഇലയാണ്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കഴുകി വാഷ് ചെയ്ത ഇലയാണ്. കണ്ടത്, ഇതാണ് ഞരമ്പോടൽ. ഓക്കെ, അപ്പൊ ഇത് ഞാൻ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇതിന്റെ നീരെടുക്കണം. ഇതൊരു ചെറിയ മുറത്തിന് ഒരു മുറം ആണ് ഞാൻ എടുത്തത്. ഇത് ഒരു തേങ്ങ, ഒരു പച്ച നാളികേരമാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണം എടുത്തിട്ടുണ്ട്. പച്ച നാളികേരം എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പിന്നെ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ പച്ചനെല്ലിന്റെ അരി, പട്ടപ്പച്ചരി, അതേപോലെ പിന്നെ എള്ള്, പനക്കൽക്കണ്ടം, ജീരകം, ഇത്ര സാധനമാണ് ഇടുന്നത്. ആക്ച്വലി ഇത് ഈ ജീരകവും പച്ച നെല്ലിന്റെ അരിയും മാത്രം ഉണ്ടെങ്കിൽ, മട്ടപ്പച്ചരി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാത്രമാണെങ്കിലും കുഴപ്പമില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പശുവും പാലിലും, ശുദ്ധമായ പശുവും പാല, മിൽമ പാൽ അങ്ങനെ അല്ലാതെ നമ്മൾ കടകളിൽ പിടിക്കുന്ന കവർ പാലല്ലാത്ത ഇതിലും
നമുക്കത് ചെയ്യാവുന്നതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ശുദ്ധമായ പശുവിന്റെ പാലിലാണ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ടത് നെയ്യാണ് വേണ്ടത്. കുറച്ച് നെയ്യ് അതിൽ ഒഴിക്കണം. കാരണം ഭയങ്കര ആ മരുന്നിന്റെ ഹാർഡ്നെസ് എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. അത് കഴിക്കുമ്പോൾ മാത്രമേ അറിയത്തുള്ളൂ, കഴിച്ചവർക്ക് മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഇതൊരു കവർപ്പൊന്നുമല്ല, പക്ഷെ ഭയങ്കര ഹാർഡാണ് ആ മരുന്ന്. ആ വെള്ളം എടുത്തു കഴിയുമ്പോൾ തന്നെ. അപ്പം അതിൽ കുറച്ച് നെയ്യും കൂടി ഇട്ട് കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. എന്നിട്ട് കുറച്ച് ഉപ്പ് ഇടാം. ഇന്ദുപ്പിട്ടാൽ കുറച്ചുകൂടി നല്ലത്. ഞാൻ ഇന്ദുപ്പാണ് ഇടുന്നത്. അപ്പം ഉപ്പും നെയ്യും ഞാൻ കാണിച്ചിട്ടില്ല, അപ്പൊ ഞാൻ അതോടെ കാണിക്കാം. അപ്പൊ ഇതാണ് നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന മരുന്ന് കഞ്ഞി. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇതെല്ലാം ഒന്ന് നേരെയാക്കി എടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് നന്നായിട്ട് ചതച്ച് പിഴിഞ്ഞ്, ഞാൻ കല്ലിൽ വെച്ച് മിക്സിയിൽ അരയ്ക്കുന്നില്ല, ഞാൻ കല്ലിൽ വെച്ചിട്ട് ഈ ഒരു പിന്നെ എന്താ പറയുക, ഇതിൽ നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കാനാണ് ഉദ്ദേശിച്ചത്. നല്ല പെട്ടെന്ന് ഇതാവും. ഓക്കെ, അപ്പൊ ഇതിലാണ് ഞാൻ ഇത് ചെയ്യാൻ പോകുന്നത്. അതേപോലെ അതൊന്ന് ഇടിച്ചെടുക്കാം. പിന്നെ അതുകൊണ്ട് ഇതിന്റെ പിന്നെ തേങ്ങയുടെ നീരും എടുക്കാം. ഒറ്റ പാലിലെടുക്കണം. ഓക്കെ, അപ്പൊ നമുക്കിതൊന്ന് ഇങ്ങനെയാണ് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നാരെല്ലാം കളഞ്ഞിട്ട് നന്നായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് നന്നായിട്ട് ചതച്ച് അപ്പൊ നമ്മൾ ഒരു പിടി അരിയിലാണ്, ഒറ്റ പിടി അരിയിൽ മാത്രം നമുക്ക് ശരിക്കും മരുന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഈ പോലീസുകാരുടെ ഇടി കൊണ്ട ആൾക്കാർ, അതേപോലെ തന്നെ ഭയങ്കര ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ, അതായത് അകാലത്തിലുണ്ടായിട്ടുള്ള നേരത്തെ നമുക്ക് ഭയങ്കരമായിട്ട് ചതവും പിന്നെ അതേപോലെ തന്നെ ഈ വീഴ്ചകളിൽ പറ്റിയിട്ടുള്ള നടുവിൽ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ ഒട്ടും വിട്ടുമാറാത്ത പിന്നെ വേദനകൾ, ഞരമ്പ് സംബന്ധമായ വേദനകളൊക്കെ ഏറ്റവും വളരെ നല്ല ഒരു പിന്നെ ഔഷധ കഞ്ഞിയാണിത്. അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കർക്കിടക കഞ്ഞി എന്ന ആ ഒരു കാറ്റഗറിയിലല്ല ഇത് ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഇത് മരുന്ന് കഞ്ഞി എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ച് എടുക്കാം, നീരെടുക്കാം. ഇത് നന്നായിട്ട് കുറേ നേരം ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. അത്രയും ഭയങ്കര പിന്നെ കട്ടിയാണ് അതിൻ്റെ ഇടയ്ക്ക്. നല്ല നല്ല ബുദ്ധിമുട്ടായിരുന്നു അരച്ചെടുക്കാനായിട്ട്. അപ്പൊ ഞാൻ അരച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അത്ര നീരൊന്നും കിട്ടില്ല. അപ്പൊ കുറച്ച് നീരേ ആവശ്യമുള്ളൂ. നമ്മൾ ഒരു പിടി അരിയിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നല്ലപോലെ അരച്ചരച്ച് എന്റെ പതക്കേട് വന്നു വേണം പറയാൻ. അത്രയും ഇതായി. നീര് കുറവായിരിക്കും ഇതിന്. ഇനി നമുക്ക് എടുത്തിട്ടുണ്ട്. ഭയങ്കര കട്ടിയാണ് ഇതിന്, കണ്ടോ? ഭയങ്കര കട്ടിയാ അതിന്റെ. ഇത് കണ്ടോ? കാണിച്ചു തരാം. നല്ല പഞ്ഞി മെത്ത പോലെ ഉണ്ടാവും, മെത്ത ചകിരി പോലെ ഉണ്ടാവും ഇതിന്റെ പിശുടിന്. കണ്ടോ? ഇതിന്റെ പിശുടിന് ചകിരി പോലെ ആയിരിക്കും. അത്രയും ഭയങ്കര കട്ടിയാണ്. അതിനാണ് ഇതിന് ആക്ച്വലി ഇതിന് ഞരമ്പോളം എന്നുള്ള പേര് തന്നെ വന്നത് കേട്ടോ. അപ്പൊ നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താ പേരെന്നുള്ളത് നിങ്ങളത് കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ഓരോ നാട്ടിലും ഇതെല്ലായിടത്തും ഉണ്ടാവും. അപ്പൊ ഞാൻ ഞരമ്പോളം എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് പിന്നെ ഈ ഔഷധ സസ്യം ഇല ഏതാണെന്നുള്ളത് അറിയാതെ പിന്നെ നിങ്ങൾ ചോദിക്കും. അതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് തേങ്ങ ഒന്ന് അരച്ചെടുക്കാം, തേങ്ങാപ്പാൽ എടുക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ തേങ്ങാപ്പാലൊന്ന് തേങ്ങാപ്പാൽ എടുക്കാം. അപ്പൊ ഒരു മുറി തേങ്ങയുടെ തേങ്ങാപ്പാലാണ്. ഞാൻ എല്ലാം എടുത്തില്ല, ഒരു പിടി അരി മതി. ശരിക്കും പറഞ്ഞാൽ മരുന്നാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്, മുൻപന്തി നിൽക്കേണ്ടത്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു ചൂരിനാണ് അരിച്ചെടുത്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. ഒന്നാം പാല് മാത്രം മതി, രണ്ടാം പാൽ കിടന്ന് വേണ്ട. നമുക്ക് അരി കുറച്ച് വെള്ളവും കുറച്ച് തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരി ഒന്ന് വേവിച്ചെടുക്കുന്നത്. നന്നായിട്ട് വെന്തെടുക്കുന്നത് കേട്ടോ. അപ്പൊ നല്ല പോലെ നമ്മുടെ തേങ്ങാപ്പാൽ റെഡിയായിട്ടുണ്ട്. ഇപ്പോ നമ്മുടെ മരുന്ന് കഞ്ഞിയുടെ മരുന്ന് അരച്ചത്
നല്ലപോലെ ഇടിച്ചു പിഴിഞ്ഞപ്പോൾ ദാ ഇത്രയേ ഉള്ളൂ, ഒരു മുറം സാധനം ഉണ്ടായിരുന്നു, ഇത്രയും കിട്ടത്തുള്ളൂ, ഇത്രയും വേണ്ടുള്ളൂ. ഇതിന്റെ ഒരു സ്പൂണ് കിട്ടിയാൽ അന്ന് ആ സമയത്തൊക്കെ കുറച്ചരച്ചു കഴിഞ്ഞ് വയ്യ, അരച്ച് കഴിയാൻ വയ്യാതാവും. ഇത് ഇടിച്ചിടിച്ച് ഞാൻ വേറെ ഒരാളും ഉണ്ടായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഇടിച്ചിട്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ തേങ്ങയുടെ പ്യുവർ വെള്ളം ഒഴിക്കുകയോ ചെയ്യുക. നല്ല കട്ടി തന്നെ വേണം കണ്ടോ, നല്ല അതായത് നമ്മൾ കൈ കൊണ്ട് നല്ലപോലെ പിഴിഞ്ഞ് അവിടെ നിൽക്കണം ആ തേങ്ങാപ്പാല്, അത്രയും നല്ല കട്ടി ഉണ്ടാവണം തേങ്ങാപ്പാല്. അപ്പൊ തേങ്ങയൊക്കെ ഒരു നല്ല ഉണക്കത്തേങ്ങയല്ല, നല്ല പച്ചത്തേങ്ങ നോക്കി, നല്ല മൂപ്പുള്ള നല്ല പച്ചത്തേങ്ങ നോക്കി എടുക്കണം. ഓക്കെ, അപ്പൊ അത് രണ്ടും കൂടി ഒന്ന് കഴുകി ഒഴിച്ചിട്ടാണ് നമ്മൾ അരി ഒന്ന് കുതുക്കാൻ വെക്കണം. എന്നിട്ട് വേണം അതിലേക്ക് ആ മരുന്ന് പിഴിഞ്ഞതും അതുപോലെ തേങ്ങയുടെ രണ്ടാം പാലും കൂടി ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞത് നമുക്ക് അതിലിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് വേകട്ടെ. അപ്പൊ നമുക്കൊന്ന് അരി നമുക്കൊന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു, ഒരു പിടി അരി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി അടുപ്പത്തിട്ട് വെക്കാം. അപ്പൊ നമ്മൾ ആ മരുന്ന് കഞ്ഞി മരുന്ന് രണ്ട് മിക്സ് പിന്നെ തേങ്ങാപ്പാലും അതുപോലെ മരുന്നിന്റെ അതുകൊണ്ട് രണ്ടാമത് പിഴിഞ്ഞത് അരിയിലിട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അടുപ്പ് കൂട്ടാനായിരുന്നു എൻ്റെ ആഗ്രഹം, പക്ഷെ ഭയങ്കര മഴയായതുകൊണ്ട് ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഞാൻ അടുപ്പിലാക്കിയത്, ഗ്യാസിലാക്കിയത്. നന്നായിട്ടൊന്ന് വേകട്ടെ കേട്ടോ. അപ്പൊ നമ്മള് ഈ പറഞ്ഞതുപോലെ കുറെ നേരം കഴിഞ്ഞിട്ട്, അതായത് മട്ടപ്പച്ചരി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വേവും. അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ടോ, പകുതി ഒരു മുക്കാലും വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ ആ പച്ചമരുന്ന് ഒഴിക്കാവൂ എടുത്ത്. അല്ലെങ്കിൽ ആ മരുന്നിന്റെ ആ ഒരു എന്താ പറയാ മരുന്നിന്റെ ഗുണം പോകും. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ 95% വെന്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മരുന്ന് ഒഴിക്കാവൂ. ഏറ്റവും ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് ജീരകവും വറുത്തിട്ട് ഇന്ദുപ്പ് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഉപ്പ് ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. അപ്പം ഉപ്പും ഇട്ട് വേണമെങ്കിൽ, അത് ഞാൻ പറയാം, വേണമെങ്കിൽ ഇതൊക്കെ നമ്മുടെ മുടിയിൽ പിടിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ നെയ്യ് ഒഴിക്കാം. അത് നമ്മൾ ശുദ്ധമായ നമ്മളിവിടെ ഉണ്ടാക്കിയ നെയ്യ്, അത് മാത്രമേ ഒഴിക്കാവൂ. അപ്പം നമ്മളെല്ലാം അങ്ങനെ ആ ഒരു രീതിയിൽ ചെയ്യുന്നതുകൊണ്ട്. അപ്പം ഇത് നല്ല തള വന്നിട്ടുണ്ട്. അതിന്റെ നന്നായിട്ട് തിള വന്ന് നല്ല കൊഴുകുഴനെ ആയിട്ടുണ്ട്. ഇത് നല്ല പോലെ ആയിട്ടുണ്ട്. നമുക്ക് ഈ മരുന്നൊന്ന് ഒഴിക്കാം, ഈ പച്ചമരുന്നൊന്ന് ഒഴിക്കാം. നമുക്ക് ഈ പച്ചമരുന്ന് ഇതിനകത്തേക്ക് നമുക്ക് ഒഴിക്കാം. നമുക്ക് നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്, മരുന്ന് നന്നായിട്ട് ഇത് പിടിച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ എള്ളും ജീരകവും കൂടി നമുക്ക് വറുത്തിടാം, കുറച്ച് നെയ്യും നമുക്കിടാം. അപ്പൊ നമുക്കിപ്പോ ഇടേണ്ടത്, നമുക്ക് ഒഴിക്കേണ്ടത് നമ്മുടെ ഈ ഒരു രീതിയിലായിട്ടുണ്ട് കേട്ടോ, നല്ല പച്ച കളറിലായിട്ടുണ്ട്. ഇത് വെക്കുന്നൊന്നും ആരും തൊട്ടുപിടിയാടാതെ കുട്ടികളൊന്നും കാണാതെ വേണം നമുക്ക് ഇത് നമ്മൾ ചെയ്യേണ്ടത്. അതായത് പൊതി കിട്ടരുതെന്ന് അർത്ഥം, പണ്ടങ്ങനെ പറയും. ഓക്കെ, ഇത് കഴിഞ്ഞ് പിന്നെ തീ കൂടുതൽ ഇടാൻ പാടില്ല, അതിന് തന്നെ നമുക്ക് ഇറക്കണം. മനസ്സിലായിട്ടോ? ഈ ഒരു ലെവലിലാണ് കിട്ടുന്നത്. അല്ല, ഞാൻ പാത്രത്തിലേക്ക് സെർവ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ജീരകവും നമ്മുടെ പിന്നെ അതേപോലെ എള്ളും നമ്മുടെ ജീരകവും കൂടി നമുക്കൊന്ന് വറുത്ത് ഇതിലേക്ക് ഇടാം. അപ്പൊ നമുക്ക് എള്ളും ജീരകവും കൂടി നമുക്ക് നന്നായിട്ട് ഇതിനകത്ത് വറുത്തിടാം. അതിനുവേണ്ടി നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കുറച്ച് ജീരകം കേട്ടോ, കുറച്ച് കാണിച്ചത് മാത്രമേ ഉള്ളൂ, ആവശ്യത്തിന് ജീരകം ഇത്രയും ഞാൻ കുറച്ചൊരു 1.5 നുള്ള് ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ എള്ളും അതേപോലെ തന്നെ കുറച്ചുകൂടി ഞാൻ പറഞ്ഞിരുന്നല്ലോ, നമ്മൾ കൂടുതലും എന്താ പറയുക മരുന്നിനാണ് ആ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. ആക്ച്വലി ഇത് ഏത് ദിവസമാണ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്
അപ്പൊ 7 ദിവസത്തേക്ക് 7 ദിവസം കഴിക്കുമ്പോൾ ഞാൻ കഴിക്കാനാണ് ഇപ്പൊ ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ വൈകിട്ട് 10 ആയിട്ട് തന്നെ കഴിക്കാം. ഇപ്പൊ കഴിക്കുന്നത് 5, 7 ദിവസങ്ങൾ അങ്ങനെ അത്രയും ദിവസം അങ്ങനെയുള്ള ദിവസങ്ങളാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ നന്നായിട്ടൊന്ന് ആ പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട്. നമുക്കത് ഇടാം. ഓക്കെ, നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്തിടാം. എന്നിട്ട് നമുക്ക് കുറച്ച് നെയ്യേ ഉള്ളൂ കേട്ടോ. കാരണം നെയ്യ് തീരാറായി. നമ്മളിവിടെ ഉണ്ടാക്കുന്ന നെയ്യാണ്. ഞാൻ കുറച്ച് പാട മാത്രം എടുത്ത് മാറ്റി വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന നെയ്യാണ്. അപ്പൊ അതുകൊണ്ട് തീരാറായി. കുറച്ച് ഇപ്പൊ ആവശ്യത്തിന് ഒഴിച്ചാൽ മതിയല്ലോ. അപ്പൊ ഒരു നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഓക്കെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിന്റെ ഫൈനലി ആയത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് പാത്രത്തിലേക്ക് ഒന്ന് സെർവ് ചെയ്യാം. എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ചെറിയൊരു പ്ലാവ് വെച്ചിട്ടുണ്ട് അതിന്റെ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഓർത്ത്, പണ്ട് കാലങ്ങളിൽ സ്പൂണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ പ്ലാവിന്റെ ഇല എടുത്തിട്ട് ഇങ്ങനെ കുത്തിയിട്ടാണ് നമ്മൾ ചെയ്യാറ്. ഇതുപോലെ നീർക്കിലേക്ക് എടുത്തിട്ട് ഇതാ ഇങ്ങനെ ഞാൻ ചെയ്യും. എന്നിട്ട് ഇത് പിടിച്ചെടുക്കും. ഓക്കെ, ഇതാണ് ഇതിലാണ് നമ്മൾ കോരി പിടിക്കുന്നത്. ഞാൻ അങ്ങനെ അതുപോലെ ഞാൻ നിങ്ങളിത് കാണിച്ചു തന്നതാണ് കേട്ടോ. അത് നമ്മൾ ഇലയൊക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കൊന്ന് പകർന്ന് കാണിക്കാം. ഞാൻ ഇന്ദുപ്പിടാൻ വേണ്ടവർക്ക് ഇത് ചിലവർക്ക് ഇത് പച്ചക്ക് കുടിക്കാൻ ഇഷ്ടമല്ല. പക്ഷെ ഇത് പച്ചക്ക് തന്നെയാണ് കുടിക്കേണ്ടതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പച്ചക്ക് തന്നെ കുടിക്കണം. അതായത് ഉപ്പിടാതെ തന്നെയാണ് ഇത് ചെയ്യേണ്ടത്. അപ്പോൾ മാത്രമേ ശരീരത്ത് അത് പിടിക്കുകയുള്ളൂ. ആ ഒരു ടേസ്റ്റിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഗൈസ്, അപ്പോൾ ഇതാണ് ഇതിന്റെ ഫൈനൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇങ്ങനെ മരുന്ന് കഞ്ഞി ഉണ്ടാക്കി നിങ്ങൾ എല്ലാവരും ഈ ഒരു സമയത്ത്, ഈ ഒരു കർക്കിടക മാസത്തിൽ, ഈ നിറവിൽ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം വളരെ നല്ല ഫലപ്രദമാകും. ശരീരപുഷ്ടി ഉണ്ടാകും. രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് വിമുക്തമാകാൻ പറ്റും. അതേപോലെ രക്തസമ്മർദ്ദം ഉണ്ടാകത്തില്ല. അതേപോലെ രക്ത ഓട്ടം കൂടുതൽ നല്ല നല്ല പച്ചമരുന്നുകൾ നിങ്ങൾക്ക് അറിയാവുന്നത് ഇങ്ങനെയൊക്കെയുള്ള കർക്കിടക മാസത്തിൽ സേവിക്കാൻ പറ്റിയ എല്ലാ മരുന്നുകളും നിങ്ങൾ സേവിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. അപ്പം ഇതേപോലെ തന്നെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നല്ലതായിരിക്കും. അപ്പം നമുക്ക് അടുത്തൊരു സ്പൂണുണ്ട്. ഇങ്ങനെയും കുടിക്കാം, നമുക്ക് ഇങ്ങനെയും കുടിക്കാം കേട്ടോ. അപ്പം നമുക്ക് പൊരിച്ചിട്ട് നമുക്ക് വളരെ നല്ലതാണ്. ഉപ്പില്ലാന്നുള്ളതൊന്നും നമുക്ക് തോന്നില്ല കേട്ടോ. കാരണം മരുന്ന് കഞ്ഞി ആയതുകൊണ്ട്. ഇത് അമ്മ അച്ഛന് കൊടുക്കുമോ ഞാനിങ്ങനെ വിചാരിക്കുന്നത് എനിക്കത്തിരി കിട്ടിയിരുന്നു. പക്ഷെ അത്താഴങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങളെ കിടത്തിയതിന് ശേഷമാണ് അമ്മ അച്ഛന് കൊടുക്കുന്നത് ഇത്. ഓക്കെ, അപ്പം ഈ ഒരു മരുന്ന് കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ മരുന്ന് കിട്ടിയാൽ നിങ്ങൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം. ഷുവറായിട്ട് ചെയ്യണം. 100% റിസൾട്ടുള്ള ഒരു മരുന്ന് തന്നെയാണിത്.